Hello all, welcome to MJ and PJ Commerce classes. Thank you all for your support and motivation. Today we will discuss the next topics to be covered under the chapter Non-Profit Organization. Non-Profit Organization അടുത്ത ടോപ്പിക്സ് നമുക്ക് ഇന്ന് കവർ ചെയ്യാം. Last class I have told you or you have seen this slide, accounting records of a non-profit organization. The final accounts of non-profit organization consist of these three accounts: receipt and payment account, income and expenditure account, and balance sheet. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സ്ലൈഡ് പഠിച്ചതാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് എന്തൊക്കെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നുമാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണത്. ഓക്കെ, now today we will cover the topics financial statements or accounting records of non-profit organization and the nature of financial statements of non-profit organization. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ഈ റെക്കോർഡ്സുകളെല്ലാം തന്നെ മൂന്ന് റെക്കോർഡ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പയർ ചെയ്യണ പ്രൊഫോമ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിമെൻ കോപ്പി എങ്ങനത്തെയാണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കമ്പാരിസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു. അക്കൗണ്ടിങ് റെക്കോർഡ്സിലും ഇവരുടെ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും റെക്കോർഡ്സ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 11th സ്റ്റാൻഡേർഡ്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് അക്കൗണ്ടിങ് സൈക്കിൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ്. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്: ജേർണൽ, ലെഡ്ജർ, പിന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് ഒരു അക്കൗണ്ടിങ് സൈക്കിൾ. Now similarly, non-profit ഓർഗനൈസേഷനും ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് വരെ കറക്റ്റായിട്ട് അതേപോലെ തന്നെ അവർ പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ്. ഈ മൂന്ന് അക്കൗണ്ട്സാണ് പിന്നെ ഉണ്ടാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ഇസ് നോട്ട് പാർട്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. സോ therefore there is no need for preparation of trading account. Instead of trading account they are preparing receipt and payment account. Okay, so receipt and payment account, income and expenditure account, balance sheet. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തമ്മിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സിലും വരുന്ന വ്യത്യാസം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതൊരു പിരമിഡ് ഷേപ്പിൽ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് വിച്ച് ഇസ് സിമിലർ ടു ക്യാഷ് ബുക്ക്, അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബേസിസിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത്. സോ നോർമലി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ അത് കിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഐറ്റംസ് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ വെച്ചിട്ട് വേണം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ. സോ ലെറ്റ് us start with receipt and payment account. Now what is a receipt and payment account? A receipt and payment account is a summarized cash book for a given period. This is a summary of the cash transactions as in the cash book. ഒരു ക്യാഷ് ബുക്ക് നമ്മൾ എങ്ങനെയാണോ ലെഡ്ജർ പോലെ പ്രിപ്പയർ ചെയ്തിരുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ പേര് മാത്രം വ്യത്യാസമുള്ളൂ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നുള്ള പേരിലാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണത്. Now, non-profit organizations prepare receipt and payment account at the end of the year. With the help of this account and some additional information, we prepare income and expenditure account to disclose the true results of the non-profit organization. എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏറ്റവും end of the year, that is normally 31st March 2020
2021 ആണെങ്കിൽ 2020-21 ഇയർ ആണെങ്കിൽ 31st March 2021 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് റെസിപ്റ്റ്. മീൻസ് എൻഡ് ഓഫ് ദി ഇയറിലാണ് നോർമലി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. റെസിപ്റ്റ് മീൻസ് എന്താ? ക്യാഷ് റിസീവ്ഡ്. ഏതൊക്കെ രീതിയിലാണോ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തിരിക്കുന്നത് അത് റെസിപ്റ്റ് അക്കൗണ്ടിലും റിസീപ്റ്റ് സൈഡിലും പേയ്മെൻറ്റ് സൈഡിലും നമ്മൾ എന്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോസ് പുറത്തേക്ക് പോയത്, പൈസ എങ്ങനെയൊക്കെ പോയത്, ചിലവായതാണ് നമ്മൾ പേയ്മെൻറ്റ് അക്കൗണ്ടിലും എഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊഫോമ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിക്കാം. ഇപ്പോൾ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, നോർമലി ഒരു ക്യാഷ് ബുക്കിന് ലെഡ്ജർ നമുക്കറിയാം, അതേപോലെ തന്നെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രൊഫോമ. റെസിപ്റ്റ് ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസിപ്റ്റ്സ് എഴുതും, പേയ്മെൻറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സിന് എഴുതും. നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കമ്പനീസിൻ്റെ പേരല്ല, നമ്മളിവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സ്പോർട്സ് ക്ലബ്ബോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ട്രസ്റ്റോ ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെ പേരുകളാണ് നമ്മൾ നോർമലി, സ്കൂൾസ്, ഇവരുടെയൊക്കെ പേരുകളാണ് നമ്മൾ മുകളിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പിന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അത് കഴിഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, റെസിപ്റ്റ് സൈഡിൽ എല്ലാ ക്യാഷ് ബാലൻസസും കിട്ടിയത് ക്യാഷ് റിസീവ്ഡ് ആണ് എഴുതുക. പേയ്മെൻറ്റ് സൈഡിലെ എല്ലാ പേയ്മെൻറ്റ്സും എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന്. ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു ക്യാഷ് ബുക്കിൽ എങ്ങനെയാണോ ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക, ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ് ഇൻ +1 അക്കൗണ്ട്സ് ആൻഡ് ഓൾ. സോ ഇൻ ക്യാഷ് ബുക്കിൽ എങ്ങനെയാണോ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത്, അതേപോലെ തന്നെ ഇവിടെ റെസിപ്റ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. അതേപോലെ ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് ലാസ്റ്റിൽ നമ്മൾ ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്നും എഴുതും. അപ്പോൾ നോർമലി ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്, എസറ്റ് ആയാലും എക്സ്പെൻസസ് ആയാലും എല്ലാം നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആണ് നമുക്കറിയാം, അത് ഓൾറെഡി നമ്മൾ പഠിച്ച സാധനങ്ങളാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഈ ലെഡ്ജർ അക്കൗണ്ടിലും നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഇങ്ങനെ തന്നെയാണ്. ഈ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ്. ഇനി ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത് വെച്ചാൽ അത് എന്താണ് മീൻ ചെയ്യുക, നോർമലി അതൊരു പേയ്മെൻറ്റ്സ് വിൽ ബി മോർ ദാൻ റെസീപ്റ്റ്സ്. ദാറ്റ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ക്യാഷ് ബുക്കിൽ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അപ്പോൾ ഒരു ക്യാഷ് ബുക്ക് എങ്ങനെയാണോ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ക്യാഷ് ബുക്കിനെ പറ്റി അറിയാമെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അങ്ങനെ തന്നെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കൊന്ന് നോക്കാം. Receipt and payment account features. First one, see, it is an account that shows a summary of all cash and bank transactions occurred during an accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇപ്പോൾ സപ്പോസ് 2021 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ആ അക്കൗണ്ടിങ് പീരീഡിൽ ഏതൊക്കെ രീതിയിലുള്ള ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ടായിട്ട് അത് മാത്രം കാണിക്കുന്ന ഈവൻ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഓൾസോ വിൽ കം അണ്ടർ ദിസ് അക്കൗണ്ട്. സെക്കൻഡ് വൺ, it starts with the opening balance of cash and bank and ends with the closing balance of cash and bank. I already told you, നമ്മൾ റെസിപ്റ്റ് സൈഡിൽ ഡെബിറ്റ് ബാലൻസ് ആവും നോർമലി ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. അതുകൊണ്ട് ടു ബാലൻസ് ബ്രോഡ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 2020 ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് അത് എടുക്കണേ വെച്ചാൽ 2020 ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, 31 March 2021 എത്ര ബാലൻസ് ഉണ്ടായിരുന്നു എന്നല്ല ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴാണ് തുടങ്ങുക, 1st April 2020 to 31st March 2021. This is how we make. This account is a real account. നമുക്കറിയാം ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബിക്കോസ് വൈ ഇറ്റ് ഇസ് റിയൽ അക്കൗണ്ട്, ബിക്കോസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മൾ അതാണല്ലോ എഴുതണേ. റിയൽ അക്കൗണ്ടിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അതാണ്. ഇവിടെയും നമ്മൾ ക്യാഷ് വരുന്നതുമാണ് എഴുതണേ, ക്യാഷ് പോണതുമാണ് എഴുതണേ. സോ ദിസ് ഈസ് എ നേച്ചർ ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് എ റിയൽ അക്കൗണ്ട്. ഓക്കെ, ഫോർത്ത് വൺ, ഇറ്റ് ലേസ് ദ ബേസിസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ് ഷീറ്റ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു. ആ പിരമിഡിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ബേസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണത്. ലാസ്റ്റ് വൺ, ഡിസ്റ്റിങ്ഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഈസ് നോട്ട് മെയ്ഡ് വൈൽ
റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇൻ ഇറ്റ്. എന്താണിത് പറയണേ? ക്യാപിറ്റൽ റവന്യൂ നേച്ചർ നമുക്കറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റെക്കറിങ് ലോങ് ടേം ഇഫക്റ്റ് ഉള്ള ഐറ്റംസ്. റവന്യൂ പറഞ്ഞാൽ റെക്കറിങ് ആയിട്ട് എപ്പോഴും വരുന്നത് അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചിലവുകൾ റവന്യൂ നേച്ചറിലുള്ള, ഇറ്റ് ഇസ് ഷോർട്ട് ടേം ഇൻ നേച്ചർ. ഇത് രണ്ടിനെയും ഒരു ഡിസ്റ്റിങ്ഷനും നമ്മൾ ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ എവിടെ എഴുതും? ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്തുമ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ക്യാപിറ്റൽ റവന്യൂ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അതൊന്നും നോക്കണില്ല. ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാഷ് റിസീവ്ഡും റെസിപ്റ്റ് സൈഡിലും, ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് സൈഡിലും എഴുതിയിട്ടാണ് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഫീച്ചേഴ്സിൽ പറയണത്. നോർമലി ഒരു ക്യാഷ് ബുക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്യാഷ് ബുക്കാണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടാവും, ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടാവും, റിയൽ അക്കൗണ്ട് ആണ്. ഇത് വെച്ചിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ക്യാപിറ്റലോ റവന്യൂ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ ടൈപ്പ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് വിൽ അപ്പിയർ ഇൻ. ബട്ട് വൺ തിങ് യു ഹാവ് ടു റിമെമ്പർ, നോൺ ക്യാഷ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ഇവിടെ എഴുതില്ല. നോൺ ക്യാഷ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഐറ്റംസ് ഒന്നും നമ്മളിവിടെ എഴുതില്ല. ഇവിടെ ക്യാഷ് റിസീവ്ഡ് ആണോ ഏതാണോ എന്ന് മാത്രം നമ്മളിവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതും. നെക്സ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. So after studying about receipt and payment account, we will go to in detail about income and expenditure account. Now what is income and expenditure account? It is a summary of all items of income and expenses which relate to the ongoing accounting period. It is prepared with the objective of finding out the surplus or deficit arising out of current income over current expenses. It is quite similar to the trading and profit and loss account of a trading concern and is prepared in an exact manner. എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ശരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ്. പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ, ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ എഴുതി? എക്സ്പെൻസസ് എല്ലാം എഴുതും. ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എഴുതുന്ന പോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഇൻകംസും എക്സ്പെൻസസും എഴുതും. One thing you have to remember here is it is prepared for the current accounting year. Okay, so what all expenses or incomes which we have incurred will be related to this accounting area, current accounting period. Now what will be the balance we receive after preparing? നമുക്ക് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുക? നോർമലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമ്മൾ ആ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസിന് പകരം നമ്മൾ പേര് ജസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ വി ക്യാൻ സീ ഇറ്റ് ഇസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടുതൽ എക്സ്പെൻസ് കുറവുള്ള സമയം ബാലൻസ് ചെയ്യുമ്പോൾ income is more than excess of income over expenses is surplus, whereas deficit means excess of expenses more than income. അപ്പോൾ ഇൻകം കൂടുമ്പോൾ നമുക്ക് എന്ത് പറയാം? സർപ്ലസ് ആണ് കിട്ടിയത്. എക്സ്പെൻസസ് ആണെങ്കിൽ ഡെഫിസിറ്റ്. ഇത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. എന്നാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവേ അതല്ല, സർവീസ് ആണ്. സോ ദാറ്റ്സ് വൈ വി ആർ നോട്ട് യൂസിങ് ദറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് വേർഡ്സ് അണ്ടർ ദിസ് അക്കൗണ്ട് or this in this non-profit organization at all. We are using surplus or deficit. Okay, now let us see the format of income and expenditure account. Income and expenditure account, I told you, it is similar to that of a profit and loss account. So expenses will be on the debit side, income will be on the credit side. All the expenses, normally ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഴുതുന്ന സാലറി, എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി, ഓൾ ദോസ് റവന്യൂ നേച്ചറിലുള്ള എല്ലാ ഐറ്റംസും, ഷോർട്ട് ടേം ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ക്യാഷ് ഓർ നോൺ ക്യാഷ് വാട്ട് എവർ ബി വി റൈറ്റ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓൾ ദീസ് എക്സ്പെൻസസ്. സിമിലർലി ഇവിടെയും നമ്മൾ എല്ലാ എക്സ്പെൻസസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസസ് നമ്മളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതും. ഇൻകംസ് എല്ലാം റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ഇൻകംസ് എല്ലാം നമ്മളിവിടെ ഈ സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓൺലി തിങ് ഈസ്
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആയാലും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെക്കോർഡ്സിൽ വരുന്ന ഐറ്റംസ് വ്യത്യാസമുണ്ട്. ഈ ഐറ്റംസ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ അടുത്ത ഇതിൽ വീഡിയോസിൽ പഠിക്കും. ഓരോ ഐറ്റംസ് എങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലൊക്കെ വരുന്നത് നമ്മൾ അടുത്ത വീഡിയോസിൽ കാണണം. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ ഫോർമാറ്റാണ്, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യണത്. ഏതൊക്കെ അക്കൗണ്ട്സ് ആണ്, ഏതൊക്കെയാണ് ഫോർമാറ്റ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്, ഇതിൻ്റെ പ്രൊഫോമ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. അതേമാതിരി അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, സോ ലെറ്റ് us see the features of income and expenditure account. Income and expenditure account is prepared on accrual basis. Accrual basis means നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എല്ലാം നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ എഴുതുന്നതല്ല. ക്യാഷ് റിസീവ്ഡും ക്യാഷ് പെയ്ഡും ആണെങ്കിൽ ക്യാഷ് ബേസിസ് ആണ് അക്കൗണ്ടിങ്. ഇവിടെ എന്താണ് അക്രൂവൽ? മേ ബി ഇറ്റ് മൈറ്റ് നോട്ട് ഹാവ് ബീൻ റിസീവ്ഡ് ബട്ട് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. ആ ഇൻകം റെക്കഗ്നൈസ് ചെയ്തു അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചർ റെക്കഗ്നൈസ് ചെയ്ത സമയത്തുള്ളതും നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അപ്പോൾ അക്രൂവൽ ബേസിസ് ആണ്. നോർമലി ക്യാഷ് കിട്ടിയതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതെല്ലാം തന്നെ നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. It records all cash and non-cash expenses and incomes which are revenue in nature. ക്യാഷ് ആയാലും നോൺ ക്യാഷ് ആയിട്ടുള്ള ഐറ്റംസ്, എക്സ്പെൻസസും ഇൻകം എല്ലാം തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കാണിക്കണം. വിച്ച് ആർ റെവന്യൂ ഇൻ നേച്ചർ. ഐ ടോൾഡ് യു, റെവന്യൂ നേച്ചർ പറഞ്ഞാൽ ഷോർട്ട് ടേം. P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ റെവന്യൂ നേച്ചർ തന്നെയായിരുന്നു. നമ്മൾ അതിൽ എല്ലാ എക്സ്പെൻസസും ഇൻകംസും എഴുതിയിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ റെവന്യൂ നേച്ചർ, ഷോർട്ട് ടേം ആയിട്ടുള്ള നേച്ചറിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എഴുതണം. It is debited with expenses and losses, credited with incomes and gains. നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസസും ലോസസും, ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ഗെയിൻസും അതേപോലെ തന്നെ നമ്മൾ ഇതിൽ എഴുതും. Closing balance of income and expenditure account either shows surplus or deficit which is transferred to capital fund in the balance sheet. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഞാൻ പറഞ്ഞു സർപ്ലസ് ആയിട്ടാണ് കിട്ടുക അല്ലെങ്കിൽ ഡെഫിസിറ്റ്. ഇൻകം കൂടിയാൽ സർപ്ലസ് ബാലൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബാലൻസ്. ഈ ബാലൻസ് എന്തായാലും ശരി നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോകും. നോർമലി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ നോർമലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കിട്ടിയാൽ നമ്മൾ അത് എവിടേക്കാണ് കൊണ്ടുപോകും? ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോകും. ലയബിലിറ്റീസിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മളതിനെ കാണിക്കും. Either we will add profit or will deduct the loss. Similarly here we use capital fund. അത് നമ്മളെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ക്യാപിറ്റൽ ഫണ്ടാണ്. they never use capital. They use capital fund as a name. Okay, in the balance sheet. This is a nominal account. Nominal account പറഞ്ഞാൽ നമുക്കറിയാം nature of nominal account is debit all expenses and credit all ഇൻകംസ്. നമുക്ക് നേച്ചർ അറിയാം നോമിനൽ അക്കൗണ്ടിൻ്റെ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇസ് നോർമലി ദാറ്റ് ബിക്കോസ് വി ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. സോ ഇതിനെ നോമിനൽ അക്കൗണ്ടിലേക്ക്, നേച്ചർ ഓഫ് ദിസ് അക്കൗണ്ട് ഇസ് നോമിനൽ. whereas receipt and payment account is a real account. Okay, so this is how we have to study the features of income and expenditure account. Next is balance sheet. We all know balance sheet we have been preparing for profit organization. Now what is the difference in balance sheet of non-profit organization? See, balance sheet of non-profit organization is prepared in the same manner as in the case of business enterprise. Assets of the organization are recorded in the right hand side and liabilities on the left hand side. The term capital is nowhere found in case of non-profit organization. Instead, capital fund appears in the ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബിസിനസ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പോലെ തന്നെ സിമിലർ ആണ്. അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട്. ഓക്കെ, see the pro forma of balance sheet. We all know this. നിങ്ങളെല്ലാവരും കണ്ട സാധനങ്ങളാണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ ആരും ചെയ്യാത്തതല്ല. 11th സ്റ്റാൻഡേർഡിൽ നമ്മളെല്ലാം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതാണ്. നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ എഴുതും. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഏത് ഡേറ്റിനാണ് ഉണ്ടാക്കണേ. നോർമലി അറ്റ് ദി എൻഡ് ഓഫ് ദ
accounting period, we prepare balance sheet, liabilities on the left side and assets on the right side. This is how the balance sheet, which we all know. ഒരു കാര്യമുള്ളത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, ബട്ട് ദ ഫോർമാറ്റ് ഈസ് സിമിലർ, സെയിം. ഈ സെയിം ഫോർമാറ്റിൽ തന്നെ ബാലൻസ് ഷീറ്റ് രണ്ടെണ്ണം ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ ഫണ്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. പിന്നെ സാധാരണ അല്ല ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ സാധാരണ അല്ല നമ്മൾ നോർമൽ ബാലൻസ് ഷീറ്റ് എഡ് ചെയ്യേണ്ട, അതും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ രണ്ട് ഓപ്പണിങ്ങും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് പ്രിപ്പയർ ചെയ്യാനുണ്ട്. So let us see the features of balance sheet. We all know this. It contains only capital items. നമുക്കറിയാം asset, liability, capital, fund. It is prepared in the same manner as in the case of business firm. It is prepared after income and expenditure account. നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. Opening balance sheet is prepared to ascertain capital fund, and closing balance sheet is to know the financial position of the organization. Financial position അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റിൽ ഉള്ള ബാലൻസ് ഷീറ്റ്. ആദ്യത്തെ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്യാപിറ്റൽ ഫണ്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ഇൻഫോർമേഷൻ വെച്ചിട്ട് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് സർപ്ലസോ ഡെഫിസിറ്റ് എന്താ കണ്ടുപിടിക്കണേ അത് കിട്ടിയിട്ട് വേണം നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഈ ക്യാപിറ്റൽ ഫണ്ടും അതേമാതിരി സർപ്ലസും ഡെഫിസിറ്റ് ആണെങ്കിൽ സർപ്ലസ് ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് കുറച്ചിട്ടൊക്കെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ അത് പ്രോബ്ലം സൈഡിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ 3 അക്കൗണ്ടുകളുടെയും ഫീച്ചേഴ്സും അതിൻ്റെ പ്രൊഫോമ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടു. So okay, that's it. That's for today's class. ഇതാണ് നമ്മൾ ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഐറ്റംസും ഇതിൽ നമ്മളിനിയിപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രോഫിറ്റ് ഓർഗനൈസേഷൻ തമ്മിൽ വ്യത്യാസമുള്ളത് ഐറ്റംസ് ആണ്. എന്തൊക്കെയാണ് ഈ അക്കൗണ്ടുകളിൽ എഴുതേണ്ട ഓരോ ഐറ്റംസ്, അത് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻസ്, ലീഗസി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ അക്കൗണ്ടുകളിൽ ഓരോ ഐറ്റംസും എവിടെയൊക്കെയാണ് വരിക, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എവിടെ വരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എവിടെ വരും, ബാലൻസ് ഷീറ്റിൽ എങ്ങനെ കാണിക്കുക, അങ്ങനെ ഓരോ ഐറ്റംസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ഓരോ ഐറ്റംസും പഠിക്കുമ്പോൾ ആ ഐറ്റം ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ആദ്യം അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അത് നോക്കണം. ഇതുവരെയുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. I think all of you have understood what I have taken till now. Next topics will be covered in detail in the next video. ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുക. ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇഫ് യു ലൈക്ക് ഇറ്റ്. ഓക്കെ, താങ്ക് യു.